നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്ത് നിന്ന് ഓരോ വിമാന സർവീസുകളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന വാർത്തയായിരുന്നു ചാർട്ടേഡ് വിമാന സർവീസ് അനുവദിച്ചു എന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്താമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം ചെറുതല്ലാത്ത ആശ്വാസമാണ് നമ്മുടെ പ്രവാസികൾക്ക് പകർന്നിരുന്നത്. എന്നാൽ ആശ്വാസത്തെക്കാളേറെ ആശങ്കയും ഒപ്പം ആശയക്കുഴപ്പവും ഈ കാര്യത്തിൽ പ്രവാസികൾക്ക് ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇതിന്റെ പേരിൽ തട്ടിപ്പു സംഘങ്ങൾ കൂടി സജീവമായതോടെ ഒറിജിനലിനും വ്യാജനും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് പ്രവാസികൾ. മുൻകൂർ പണം വാങ്ങരുത്, കോൺസുലേറ്റിന്റെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ യാത്രക്കാരിൽ നിന്ന് സംഘടനകളും സ്ഥാപനങ്ങളും പണം സ്വീകരിക്കാവൂ എന്ന് കോൺസുലേറ്റ് നിർദ്ദേശിക്കുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് അനുമതി ലഭിച്ചവർക്ക് മാത്രമേ യാത്രക്കാർ മുൻകൂർ പണം നൽകാവൂ. അല്ലാത്ത പക്ഷം വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ടെന്നും കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്തു. അനുമതി ലഭിക്കുന്ന വിമാനങ്ങളുടെ വിവരങ്ങൾ cgi.dubai.gov.in എന്ന വെബ്സൈറ്റിലും കോൺസുലേറ്റിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പ്രസിദ്ധീകരിക്കുമെന്നും കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്തു. ചില ട്രാവൽ ഏജൻസികളും മുൻകൂർ പണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ബുക്കിംഗ് തുടങ്ങിയെന്നും സീറ്റ് കുറവാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഇവർ തുക സ്വീകരിച്ചു വരുന്നത്. നിരവധി പ്രവാസി സംഘടനകളാണ് ചാർട്ടേഡ് വിമാന സർവീസിന് തയ്യാറായി മുന്നോട്ടെത്തിയിരിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ അന്തിമ അനുമതിക്കായി കാത്തുനിൽക്കുകയാണിവർ. പലർക്കും വാക്കാലുള്ള അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ അനുമതി ലഭിച്ചാലുടൻ കേരളത്തിലേക്ക് സർവീസ് നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 40ഓളം വിമാന സർവീസുകൾക്ക് അപേക്ഷയാണ് കോൺസുലേറ്റിൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് സൂചന. എന്നാൽ ഇതിനിടയിൽ മോഹ വാഗ്ദാനങ്ങളുമായി തട്ടിപ്പ് സംഘങ്ങളും സജീവമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ആയതിനാൽ തന്നെ വിശ്വസനീയമായ സംഘടനകളുമായും സ്ഥാപനങ്ങളുമായി മാത്രമേ ഇടപാട് നടത്താവൂ. കോൺസുലേറ്റിന്റെ നിർദ്ദേശങ്ങൾ വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കുമാണ് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്താൻ അനുമതിയുമുള്ളത്. ഇതിന് കോൺസുലേറ്റിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കുമാണ് ചാർട്ടേഡ് വിമാന സർവീസ് നടത്താൻ അനുമതിയുള്ളത്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെയും സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും അനുമതി തേടണം. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ കുറച്ച് വിമാനങ്ങൾക്ക് മാത്രമേ അനുമതി നൽകൂ. യാത്രാ ചെലവും യാത്രക്കാരുടെ 7 ദിവസത്തെ ക്വാറന്റൈൻ ചെലവും സ്ഥാപനങ്ങളും സംഘടനകളും വഹിക്കണം. കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ ഇത്തരം വിമാനത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കൂ. ചാർട്ടേഡ് വിമാനങ്ങളുടെയും യാത്രികരുടെയും എല്ലാ വിവരങ്ങളും കോൺസുലേറ്റ് ജനറൽ ഓഫീസിലെ ഇമെയിലിൽ അയക്കണം. ഇത് പരിഗണിച്ച ശേഷമായിരിക്കും അനുമതി നൽകുന്നതെന്നും കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അനുമതിക്ക് പുറമെ സിവിൽ ഏവിയേഷന്റെ കൂടി അനുമതി തേടണമെന്ന് ഇന്ത്യൻ കോൺസൽ നീരജ് അഗർവാൾ പറയുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.